പിന്നെ എൻ്റെ അനുജൻ മാഷാ അല്ലാ, ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ്. അവന് പഠിക്കുന്ന കുട്ടിയാണ്. നമ്മുടെ ലോക്കൽ മൗലവിമാരല്ല ഓന്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഉലമാക്കളിൽ നിന്ന് കൃത്യമായി പഠിച്ച് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയും ആയത്തും ഹദീസും ഈ വിഷയകമായി വന്ന ഉലമാക്കളുടെ ഉദ്ധരണിയും അതിൽ നമുക്ക് യോജിക്കാവുന്നതും നമുക്ക് യോജിക്കാൻ പറ്റാത്തതും കൃത്യമായി പറയുന്ന, ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു 40 കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ സിറാജ് വിഷയം അവതരിപ്പിക്കുന്ന പോലെ, ഇതെൻ്റെ അനുജനായിട്ട് പറയല്ല, സിറാജ് വിഷയം അവതരിപ്പിക്കുന്ന പോലെ അവതരിപ്പിച്ച ഒരാലിമും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഉണ്ടായിട്ടില്ല. ആ കാര്യം എനിക്ക് ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുജൻ ഒരുപാട് ആളുകളുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സുന്നത്തുകൾ അവൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും തുർമുദിയിലും ഇന്നെന്ന വിഷയങ്ങൾ ഉണ്ട് എന്ന് കേരള ജനത കേൾക്കുന്നത് മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത് എൻ്റെ അനുജനിൽ നിന്നാണെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അവന് ദീർഘായുസ്സുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറുമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ. ഓക്കെ, ഇതിനെങ്ങനെയും വ്യാഖ്യാനിക്കട്ടോ റാഫിക്ക്, കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. ഇതിലെ ഒരു ഖാദലായ വശം മരണപ്പെട്ട അമ്പിയാ ഉലിയാക്കളോടുള്ള തേട്ടവും, ഇനി ഔലിയ ജീവിച്ചിരിപ്പുണ്ട് വിചാരിക്കുക, അയാളുള്ള തേട്ടൊക്കെ ശിർക്കാവോ? ആവോ? മൂസാ നബിയോട് ബനു ഇസ്രായേലിൽ പെട്ട ഒരാൾ ചോദിച്ച ചോദ്യത്തെ, ആ സഹായം തേട്ടത്തെ ആരെങ്കിലും ശിർക്ക് പറഞ്ഞിരുന്നോ? എന്നാ മരിച്ചുപോയ മൂസാ നബിനോടാണെങ്കിലോ? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് മനസ്സിലാതെ പോയി. ഇതിനെ നയിച്ച ജാഹിലുകളായിട്ടുള്ള ആലിമുകൾ ഉണ്ടല്ലോ, ആലിമുകളാണെന്ന് സ്വയം കരുതിയ ജാഹിലുകൾ ഒരു പഠിപ്പിച്ചെടുത്ത് പറ്റിയ തെറ്റാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മൂസാ നബിനോടാണെങ്കിലോ? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് മനസ്സിലാതെ പോയി. ഇതിനെ നയിച്ച ജാഹിലുകളായിട്ടുള്ള ആലിമുകൾ ഉണ്ടല്ലോ, ആലിമുകളാണെന്ന് സ്വയം കരുതിയ ജാഹിലുകൾ ഒരു പഠിപ്പിച്ചെടുത്ത് പറ്റിയ തെറ്റാൽ. സഹായത്തട്ടം അത് ജിന്നുകളോട് പാടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള ഒരു അരവാക്ക് പോലും എവിടെയും എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ തെളിവുണ്ട്. മുജാഹിദുകൾ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവരാണ്, അവർ അങ്ങനെ ചെയ്യുന്നവരാണ് എന്ന വളരെ വ്യക്തമായ ഒരു ദുരാരോപണം ചില മതപ്രസ്ഥാനങ്ങളിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും അനുയായികളും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹായത്തട്ടം അത് ജിന്നുകളോട് പാടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള ഒരു അരവാക്ക് പോലും എവിടെയും എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കാരണവശാലും ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനോ സഹായം തേടുവാനോ പാടില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നത്? ഇമാം ഷൗക്കാനി പറയുന്നു, ഈ ഹദീസിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ തെളിവുണ്ട്. ആര് പറയുന്നു? ലോകത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ആ പാരമ്പര്യം പിൻപറ്റി, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പാരമ്പര്യം പിൻപറ്റി ലോകത്ത് തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് ഇമാം ഷൗക്കാനി. ഈ ഹദീസ് കൊണ്ട്, ഇബാദള്ള കൊണ്ട് ഉദ്ദേശം അവിടെ ഹാളിറുള്ള മലക്കുകളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആര് പറയുന്നു? നാസിറുദ്ദീൻ അൽബാനി. മഹാനായ ഇമാം നവവി റഹിമഹുല്ല പറയുന്നത്, ഈ ഹദീസ് അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുകൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുമോ? ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കുക വഴി ജിന്നുകളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു, മലക്കുകളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു, അതിനാൽ അദ്ദേഹത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൽ കൂട്ടാൻ പറ്റൂല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? മാത്രമല്ല ഇമാം നവവി പറയുന്നത്, എന്റെ ഉസ്താക്കന്മാരൊക്കെ എങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയാം. ഇമാം തബറാനി പറയുന്നു, മുഹദ്ദിസാണ്, അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ട് പല ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട്? നേട്ടമുണ്ടായിട്ടുണ്ട്, അവരതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ ഹദീസിൽ ശിർക്കുണ്ടെന്ന് മനസ്സിലാക്കിയില്ല. സഹായത്തട്ടം അത് ജിന്നുകളോട് പാടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള ഒരു അരവാക്ക് പോലും എവിടെയും എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ തെളിവുണ്ട്. ആരുടെ കണ്ണാണോ തട്ടിയത് ആ വ്യക്തിയോട് കൈകളും കാലുകളും മുഖവും എല്ലാം കഴുകാൻ പറഞ്ഞു. വുളു എടുക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടാണെങ്കിലും കുഴപ്പമില്ല, വുളു എടുക്കുക, എന്നിട്ട് ആ വുളു എടുത്ത വെള്ളവും താൻ അരയുടെ ഭാഗത്ത് ഉടുത്ത അരയുടെ ഭാഗമോ ആ ഉടുത്ത ഭാഗമോ കഴുകിയിട്ടും അതും ആ വെള്ളത്തിലാക്കിയതിന് ശേഷം കണ്ണേറ് തട്ടിയ ആളുടെ തലയിലൂടെ ഒഴിച്ചാൽ അവിടെ ശമനമുണ്ടാകുമെന്നാണ്. മതി. പക്ഷെ ആ വെള്ളം കൊണ്ട് ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാൾ കുളിക്കണം. ആരുടെ കണ്ണേറാണോ തട്ടിയത് അയാൾ വുളു എടുത്താൽ മതി.
ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാൾ ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ വളരെ പെട്ടെന്ന് ശമനം കിട്ടും. ഇനി അതല്ലാത്ത ദിക്റുകളും മന്ത്രങ്ങളും ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും മറ്റ് ഹദീസുകളിൽ വന്ന അദ്കാറുകളും ദുആകളും എല്ലാം ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ചാലും ശിഫ ലഭിക്കുന്നതാണ്. പക്ഷേ ഈ വുദു എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഈ വുദു എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് കണ്ണേറ് പറ്റിയാൽ റുഖിയ ചെയ്യാം, മന്ത്രിക്കാം. ഇനി മന്ത്രിക്കാത്ത മറ്റൊരു വഴിയുണ്ട്. ആ വഴിയാണ് വഹുവൽ ഇസ്തിഗ്സാൽ, കഴുകാൻ ആവശ്യപ്പെടൽ. അങ്ങനെ കഴുകൽ വഹി അൻ യുഅ്താ ബിൽ ആഇൻ, അതെങ്ങനെയാണ്? കണ്ണേറ് ആരുടേതാണോ തട്ടിയത് അയാളെ കൊണ്ടുവരിക. വയുത്ലബു മിൻഹു അൻ യതവദ്ദ, വുളു എടുക്കാൻ ആവശ്യപ്പെടുക. സുമ്മ യുഖദു മാ തനാസറ മിനൽ മാഇ മിൻ അഅ്വാഇ, അയാളുടെ അവയവങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുക. വയുസബ്ബു അലൽ മുസാബ് വയശ്റബു മിൻഹു വയബ്റഉ ബിഇദ്നില്ലാ, അങ്ങനെ കണ്ണേറ് തട്ടിയ ആളുടെ ശരീരത്തിലേക്ക് അത് ഒഴിക്കാം. ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. അല്ലാഹു മറ്റൊരു വഴിയുണ്ട്. എന്താണത്? വലാ മാനിഅ മിൻഹാ അയ്ളൻ, അതിനും തടസ്സമൊന്നുമില്ല. വഹിയ അൻ യുഖദ ശൈഉൻ മിൻ ശിആരിഹി, അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി. ഐ മാ യലി ജിസ്മഹു മിന സിയാബി കസ്സൗബി വത്താഖിയ്യ വസ്സിർവാൽ വഗൈരിഹ, അയാൾ ഉപയോഗിച്ച, കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇസാർ അടിയിലൊടുക്കുന്ന തുണി, ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു. അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ്. അത് തലയിൽ കെട്ടിയതാവാം, അതല്ലെങ്കിൽ ബനിയനാകാം, ഇതേപോലെ പറഞ്ഞ തുണിയോ സെർവാലോ ആകാം. അല്ലെങ്കിൽ അബി തുറാബ് ഇദാ മശാ അലൈഹി വഹുവ റത്ബുൻ, ആ വ്യക്തി നടന്നുപോയ മണ്ണ്, ആ മണ്ണിന്റെ അംശം വരെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാം. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചാലും അതിൽ നിന്ന് ശമനമുണ്ടാകും. അതല്ല, അപ്പോൾ ഇതൊരു പ്രത്യേകമായ രീതിയാണ്, അതിനെ വുളുവുമായി കണക്ട് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം അമുസ്ലിമിനും ചെയ്യാൻ സാധിക്കും, ജനാപത്തുകാരനും ചെയ്യാൻ സാധിക്കും, മറ്റാർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ആവശ്യപ്പെടൽ തന്നെ അതൊരു പ്രശ്നമായി തീരും. അമുസ്ലിമീങ്ങളാണ്, അവർക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി തീരും. ഇനി മുസ്ലിമീങ്ങളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു പ്രശ്നമാവുമെങ്കിൽ നാം ആ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല. പിന്നെ എന്താണ്? കാരണം ഈ ഒരു മാർഗം മാത്രമല്ല, ഈ മാർഗം ഏറെ ഫലപ്രദമാണ്. സലഫുകളിൽപ്പെട്ട വലിയ ഒരു സംഘം ആളുകൾ പരിശുദ്ധ ഖുർആൻ എഴുതിക്കൊണ്ടോ അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ വെള്ളത്തിൽ എഴുതിക്കൊണ്ട് വശുർബിഹി, അത് കുടിക്കുക, അതല്ലെങ്കിൽ അതിലേക്ക് ഊതിയിട്ട് കുടിക്കുക. വജഅലി ദാലിക മിന ശിഫാഇ അല്ലദീ ജഅലല്ലാഹു ഫീ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏർപ്പാടാക്കിയ ശിഫയിൽ അവർ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. സലഫുകളിൽ ധാരാളം ആളുകൾ അതിൽ ഇളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന സമാഹത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? അനി നഫസ് ഫിൽ മാഇ സുമ്മ യസ്ഖാഹുൽ മരീദ് ഇസ്തിശ്ഫാ ബിരിഖി ദാലിക النافذ وما على لسانه حينئذ من ذكر الله تعالى او شيء من الذكر كآية من القرآن او نحو ذلك. ഒരാൾ മന്ത്രിച്ചിട്ട് ആ മന്ത്രിച്ചൂതിയ വെള്ളം ഒരു രോഗി കുടിക്കുന്നു, അതിൽ നിന്ന് ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വല്ല വിരോധമുണ്ടോ? ഖുർആനും ദിക്റുകളും ഒക്കെ ഓതിയിട്ടുള്ള. ഫഅജാബ, അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത്, ലാ ബഅസ ബിദാലിക ഫഹുവ ജായിസുൻ, അതിനൊരു കുഴപ്പമില്ല, അത് ജായിസാണ്. ബൽ ഖദ് സറഹൽ ഉലമാ ബിസ്തിഹ്ബാബിഹി, ധാരാളം പണ്ഡിതന്മാർ അത് നല്ലതാണ്. ഏതെങ്കിലും നിലക്ക് സഹായം തേടൽ ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കി. ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള ഹൈഅത്തു കിബാറുൽ ഉലമയിലെ മെമ്പറായിട്ടുള്ള മദീന പള്ളിയിൽ ദർസെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ പണ്ഡിതനായ അഷ്ശൈഖ് സാലിഹ് ഇബ്നു അബ്ദില്ല അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തോടൊരു ചോദ്യം. എന്താണ് ചോദ്യം? ഹലിൽ ഇസ്തിഗാസത്തു ബിൽ ജിന്നിൽ ഹാദിരി ശിർക്കുൻ അം ഹറാം, ഹാദിറായ ജിന്നിനോട് സഹായം തേടൽ ഷിർക്കാണോ അതല്ല ഹറാമാണോ? എന്താണ് അദ്ദേഹത്തിന്റെ ഉത്തരം? ഖാല ഹിയ ശിർക്കുൻ, അത് ഷിർക്കാണ്. ലിഅന്ന തഹഖഖ ഹുദൂരിഹി ലാ യുഅലം, കാരണം അവർ ഹാദിറാണ് എന്നതിന് എന്ത് തെളിവാണ് നമ്മളുടെ അടുക്കലുള്ളത്? അവർ ഗായിബുകളാണ്. നമ്മുടെ അടുക്കലുണ്ട് എന്നതിന് ഏതെങ്കിലും നിലക്കുള്ള തെളിവ് വേണം, അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടണം. അതിനുള്ളൊരു മാർഗമില്ല. പരിസര പ്രദേശത്ത് ഹാളിറാണെന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരു ജിന്നിനോടോ മലക്കിനോടോ അതിന്റെ കഴിവിൽപ്പെട്ട ഒരു വിഷയം ആരെങ്കിലും ചോദിച്ചാൽ അതിനെ പ്രാർത്ഥനയെന്ന് പറയാൻ പറ്റൂല, അതതിന്റെ സാങ്കേതികതയാണ്, അതല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നല്ല. ഈ വാദം പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ ആരോപണം പറയുന്നത്? ത്തോട് മറ്റൊരു ചോദ്യം, ഹൽ സഹീഹുൻ അന്ന ഇസ്ഖാത്തൽ മർഅതി ലിൽ ജനീൻ ഹുവ മിനൽ ജിന്നി വശയാത്തീൻ, ചില സ്ത്രീകൾക്ക് അവരുടെ വയറ്റിൽ വെച്ച് കുട്ടി മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഗർഭം അലസിപ്പോകുന്നു, ഇതിൽ ജിന്നിന് ശൈത്താനുകൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? നഅം, അതേ പങ്കുണ്ട്. ഖദ് തുഅസ്സിറു ശയാത്തീൻ, പിശാചുക്കൾ അതിൽ സ്വാധീനിക്കുന്നുണ്ട്. തദ്രിബു ബത്നൽ മർഅ വതുസബ്ബിബു സുഖൂത്തൽ ജനീൻ, സ്ത്രീയുടെ വയറിന് പിശാച് അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇദാ ഖാഫത്തിൽ മർഅതു മിനശ് ശയാത്തീൻ ഫഇന്നഹും യദുറൂനഹ
വല്ലാതെ പിശാചിനെ പേടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പിശാച് അവരെ കളിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. ഫഇന്നഹും യദ്രിബൂനഹാ വയുസ്ഖിതൂന ഹംലഹാ ഔ യഖ്തുലൂനഹു. അങ്ങനെ അവർ സ്ത്രീകളെ അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ വയറ്റിന് അടിക്കുകയും അങ്ങനെ ആ കാരിയിങ്, ആ ഗർഭം അലസാൻ അത് കാരണമായി തീരുകയും ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്നു. ഔ യഖ്തുലൂനഹു, ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ശൈത്താൻ കാരണമായി തീരുന്നു. എന്നാൽ അമ്മാ ഇദാ തവക്കലത് അലല്ലാഹി വഅതമദത് അലല്ലാഹി വസ്തആദത് ബില്ലാഹ് ഫഇന്നഹും ലൻ യദുർറഹാ വലൻ യദുർറ ഹംലഹാ. എന്നാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും അല്ലാഹുവിനോട് കാവൽ തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു അവരെ സംരക്ഷിക്കുന്നതാണ്. അതല്ലെങ്കിൽ ജിന്നുകൾ ഇതേപോലെയുള്ള പല കാര്യങ്ങൾക്കും കാരണമായി തീരുന്നു. വയറ്റിലെ കുഞ്ഞ് മരിക്കാൻ വരെ പിശാച് കാരണമായി തീരുന്നു എന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ഉദ്ധരിച്ച് ഞങ്ങൾ ശിർക്കുൻ അക്ബറാണ് വിശ്വസിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന പണ്ഡിതനായ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുല്ലാ പറയുന്നു, എന്താണ് നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്?